വിദ്യേട്ടൻ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ FCR ബില്ല് ഏകദേശം പാസ്സാക്കുന്നൊരു മട്ടിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ പേരിൽ രാജ്യത്ത് കത്തോലിക്ക സഭ മാത്രമാണ് ഒരു പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നത്. ബാക്കി ഹിന്ദു സംഘടനകളടക്കമുള്ള മഠങ്ങളും മറ്റ് ആരുമൊന്നും വിദേശത്ത് നിന്ന് പണം വാങ്ങിക്കുന്നവരാരും തന്നെ പ്രതിഷേധവുമായിട്ട് വന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത്? കോഴിക്കള്ളാന്ന് വിളിക്കുമ്പോൾ 10 പേരിൽ ഒരാൾ തല തപ്പി നോക്കുന്നവരെയാണ് ഇപ്പോൾ സഭ ചെയ്തിരിക്കുന്നത്. അതായത് അമൃതാനന്ദ മഠമുണ്ട്, രവിശങ്കര മഠമുണ്ട്, സദ്ഗുരുവിൻ്റെ മഠമുണ്ട്. ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 100 കണക്കിന് ഹൈന്ദവ സംഘടനകൾക്കും പ്രശ്നമില്ല. ഒരു പരിധിവരെ ഈ കത്തോലിക്ക സഭയ്ക്ക് ഇത്രയും ഇത് വരാൻ കാരണം എൻ്റെ അറിവിൽ 3.5 ലക്ഷം കോടിയൊക്കെയാണ് പ്രതിവർഷം ഇവിടേക്ക് ഒഴുക്കുന്നത്. ഇത്രയും കണക്കിനുള്ള ആതുര സേവനമോ ഇത്രയും കണക്ക് സേവനമോ ഇവർ ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ സൗജന്യമായിട്ട് കത്തോലിക്ക സഭയുടെ ഹോസ്പിറ്റൽസ് എത്രയുണ്ട്. മാത്രമല്ല, നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. വിശ്വവിഖ്യാതനായ യുക്തിവാദിയായിരുന്ന ക്രിസ്റ്റഫർ ഹിച്ചൻസ് മിഷണറി പൊസിഷൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ മദർ തെരേസയുടെ നേതൃത്വത്തിൽ എത്ര കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് മറ്റു രീതിയിൽ അന്യഥ ചെലവഴിച്ചെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഭാരതത്തിൽ ഇന്നേ വരെ ഇവിടെ യാതൊരു റെഗുലേഷനും ഇല്ലാതെ ഫോറിൻ ഫണ്ട് വന്നിട്ട് ഹിന്ദുക്കളെ പണം കൊടുത്ത് മതം മാറ്റുന്ന ഇവർ പറയുന്നത് മതം മാറ്റുന്നില്ലെന്നാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആയിരക്കണക്കിന് NGOs ഉണ്ടാക്കിയിട്ട് NGO മുഖാന്തരമാണ് ഇവർ മതം മാറ്റം നടത്തുന്നത്, നേരിട്ടല്ല. അപ്പോൾ ഇത് നിയന്ത്രിച്ചേ പറ്റൂ. ഇത്രയും പണം ഒഴുക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ പൂർണ്ണമായും തകർക്കാൻ വേണ്ടിയുള്ള ഈ പദ്ധതിയെ FCR വന്ന് ചെയ്തേ പറ്റൂ. ഇതിലിപ്പം FCR വന്നപ്പോൾ മണിപ്പൂരിൽ നിന്ന് ഒരു പ്രശ്നം വരുന്നു, അപ്പുറത്തും പ്രശ്നം വരുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവർ പറയുന്നത് അമേരിക്ക എന്ത് വിചാരിക്കും, അമേരിക്ക എന്ത് വിചാരിച്ചാൽ തിരക്കുള്ള ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളായി ജീവിക്കാനുള്ള മിനിമം അവകാശത്തെ ലംഘിക്കുന്ന ഒന്നും സഭ ചെയ്യാൻ പാടില്ല. അത്തരത്തിലുണ്ടായാൽ അതിനെ നിയമപരമായി നേരിട്ടേ പറ്റൂ. ഇപ്പോൾ ഈ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ പൂർണ്ണമായിട്ടും പറയുന്നത് ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നില്ല, ആതുര സേവനം മറ്റേ നമ്മുടെ പ്രധാനപ്പെട്ട മലയോര മേഖലകളിൽ ആദിവാസി ഊരുകളിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ തീർക്കാനുള്ള വിഷയങ്ങൾ ചെയ്യുന്നു, ഇതുപോലുള്ള വിഷയങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇത് BJPയും അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ഇതിനെ പല രീതിയിൽ എതിർക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഈ സഭ ഈ മേഖലകളിൽ ഇതുപോലുള്ള മേഖലകളിൽ മതപരിവർത്തനം നടത്തുന്നത് എന്നുള്ള ഒരു രീതി, അത് ശരിയാണോ അങ്ങനെ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, സഭ നേരിട്ട് കത്തോലിക്ക സഭയുടെ നേതൃത്വം അന്ന് മനസ്സിലാവാത്ത രീതിയിൽ ആട്ടുംതോലിട്ട ചെന്നായ്ക്കളെ പോലെ ആയിരക്കണക്കിന് NGOകൾ ഉണ്ടാക്കിയിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് NGOs ഉണ്ടാക്കിയിട്ട് NGOസിലൂടെയാണ് ഇവർ ഓരോ മേഖലയിലും എത്തിച്ചേർന്ന് മതപരിവർത്തനം നടത്തുന്നത്. ഇപ്പോൾ അട്ടപ്പാടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിലൊക്കെ വീട് കൊടുത്തിട്ടും പിന്നീട് അവിടുത്തെ കൃഷ്ണവുമില്ല രാമനുമില്ല, അവിടെ പിന്നീട് കുരിശു കയറുകയാണ്. അപ്പോൾ ആ രീതിയിൽ ആയിരക്കണക്കിന് പേരെ ഇപ്പം നമുക്കറിയാം. മണിപ്പൂരിലെ വിഷയം എടുത്തു നോക്കിയാൽ ശരിക്കുള്ള വിഷയം എന്താണ്? അവിടെയുള്ള വളരെ ചെറിയ ശതമാനമായിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കൾ, 5% ഹിന്ദുക്കളുള്ളവിടെ ഇതെങ്ങനെ ചുരുങ്ങി? ഈ സംഖ്യ എങ്ങനെ ചുരുങ്ങി? മണിപ്പൂരിൽ എങ്ങനെ ഹിന്ദുക്കൾ കുറഞ്ഞു വന്നു? മതപരിവർത്തനം, വ്യാപകമായ മതപരിവർത്തനം, എന്ത് രീതിയിലുള്ള ചെല്ലും കൊടുത്തിട്ട് മതപരിവർത്തനം നടത്തണം. അവിടെ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് വരെ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഈ ഫണ്ടിന്റെ സോഴ്സ് കൃത്യമായി കാണിക്കാൻ പറഞ്ഞാൽ, അത് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ, അത് രാജ്യത്തിനെതിരെയുള്ളൊരു കലാപാഹ്വാനമായിട്ട് മാത്രമേ എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ പല ഫാദർമാരും പറയുന്നത്, സഭയുമായി ബന്ധപ്പെടുന്ന ഫാദർമാർ പറയുന്നത്, ഞങ്ങൾ സഹായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രൈസ്തവ മതത്തിലേക്ക് പല ഹൈന്ദവരും വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറവാണ് എന്നുള്ള രീതിയിലേക്ക്, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളെ കുറവായിട്ട് കാണണ്ടേ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ അവിടെ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലാവുന്നുണ്ടോ? ഒരു പ്രതിസന്ധിയുമില്ല. ഇപ്പോൾ അരിച്ചാക്കിന്റെ ബലത്തിലാണ് മതം മാറ്റിയെന്ന് പറഞ്ഞാൽ മതി. ബൈബിളിന്റെ സിദ്ധാന്തം കൊണ്ടോ സാഹിത്യം കൊണ്ടോ അതിന്റെ മഹിമ കൊണ്ടോ അല്ല എന്നാണ് അവർ പറഞ്ഞതിനർത്ഥം. ഞങ്ങളുടെ മതത്തിന്റെ സൈദ്ധാന്തികമായ ശ്രേഷ്ഠത കൊണ്ടല്ല മതം മാറുന്നത്. ഞങ്ങൾ കൊടുത്ത അരിക്കും, ഞങ്ങൾ കൊടുത്ത പയറിനും, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്ത പഞ്ചസാരയ്ക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്ത ജോലിക്കും. അപ്പോൾ ഇത് തന്നെയാണ് പ്രലോഭനം എന്ന് പറയുന്നത്. പേർക്സ് എറിഞ്ഞു കൊടുത്ത ആളുകൾ വലയിലാക്കുക എന്നുള്ളതാണ്. ഈ തരത്തിൽ ലജ്ജയില്ലാതെ ഇവർ വ്യാഖ്യാനിക്കുമ്പോഴും ഇവരുടെ ചരിത്രം പറയുന്നത് എന്താണ്? സ്പെയിനിലായിക്കോട്ടെ, പിന്നെ മറ്റ് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലായിക്കോട്ടെ, ഇന്ത്യയിലെ ഗോവയിലായിക്കോട്ടെ, അതിനിഷ്ഠുരമായ കൊലപാതകങ്ങൾ നടത്തിയെടുത്ത് പച്ചയ്ക്ക് തൊലി ഉരിച്ചിട്ടാണ് ഈ ഫ്രാൻസിസിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഫ്രാൻസിസ് കത്തെഴുതി പോർച്ചുഗൽ ആർമിയോട് വരാൻ വേണ്ടി, എന്തിനാ? ഇൻക്വിസിഷന് വേണ്ടിയിട്ട്. ഇവിടെ വിവേകാനന്ദ സ്വാമികൾ സാഹിത്യ ചരിത്രത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ ഫയർ ഓഫ് ഇൻക്വിസിഷൻ ആളുകളെ പോട്ടെ, ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഗാലലിയെ പോലും ഇവർ ഈ വിചാരണ തീച്ചുടാൻ നോക്കിയതാണ്. ശാസ്ത്രജ്ഞന്മാർക്കെതിരെ, തനത് ഗോത്രങ്ങൾക്കെതിരെ ഇവർ പണ്ട് മുതലേ യുദ്ധം നയിച്ച് നേരിട്ട് ആക്രമിച്ച് ഒരുപാട് വൻകരകൾ കീഴടക്കിയവരാണ്. അവരാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ സഹായം ചെയ്തിട്ട് മാത്രമാണ് മാറ്റുന്നത്. ഇപ്പോൾ ഒരു കാലത്ത് ഇവർ അക്രമം കൊണ്ടും ബ്രിട്ടീഷ് ആധിപത്യം കൊണ്ടും ഈ രാജ്യത്ത് ഒരുപാട് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ആ അക്രമം ഇപ്പോൾ പുറത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് സമാധാനത്തിന്റെ വക്താക്കളായി തീരുന്നത് മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വിവിധ നാട്ടുരാജ്യങ്ങളായിട്ട് നിന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിന്. അപ്പോൾ ആ ഒരു സമയത്താണ് പ്രത്യേകിച്ച് മിഷണറി പ്രവർത്തനം നമ്മുടെ
രാജ്യത്തേക്ക് കടന്നു വന്നിരുന്നത്. യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു ഇന്ത്യയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ള ചോദ്യം കൂടിയും വരുന്നുണ്ട്. അതിനെന്താണ് ഒരു മറുപടി എന്താണ് ഇതിന്? അതിനൊറ്റ ഉത്തരം ഞാൻ പറയണ്ട. ഡോക്ടർ ശശി തരൂര്, ഇപ്പം നമ്മൾ BJP, കോൺഗ്രസ്, RS എന്ന് പറയണ്ട, ഡോക്ടർ ശശി തരൂര് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പ്രസംഗം, ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പാപ്പരായ തെണ്ടികളെ ഇവിടെ വലിഞ്ഞു കയറി വന്നവർ ഇവിടെ കൊള്ളയടിച്ച് കൊണ്ടുപോയ ചരിത്രം വിശദമായിട്ട് പറയുന്നുണ്ട്. സഭക്കാരൊന്ന് കണ്ടാൽ മതി. എല്ലാവരും യൂട്യൂബിലുണ്ട് ശശി തരൂരിന്റെ സ്റ്റോക്ക്. ഞാൻ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാമ്പത്തികമായിട്ട് വലിയൊരു സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ക്രൈസ്തവ മിഷണറി പ്രവർത്തനം, അതോടൊപ്പം തന്നെ അവരുടേതായിട്ടുള്ള പല NGOകളും ഉണ്ട്. അത് വരാനിരിക്കുന്ന സമയങ്ങളിൽ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തെങ്കിലും രീതിയിൽ അതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് FCRA ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ? ഇല്ല, കശ്മീരിൽ 370 റിപ്പീൽ ചെയ്ത് പുള്ളിയോട് പറഞ്ഞല്ലോ. സഭ ഒരു ഭീഷണിയുടെ സ്വരമാണ് എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. സഭ ഒരു സമാന്തര സർക്കാരായി പ്രവർത്തിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ആ രാജ്യത്തെ ടോപ്പിൾ ചെയ്യും വിധത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യാൻ അവർക്ക് മടിയില്ല. ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ ഭീകരൻ ചെയ്തത് അതാണ്. ഭീമ കൊരഗാവ് ആസൂത്രണം ചെയ്ത് ജാതീയമായിട്ട് ഹിന്ദുക്കളെ തമ്മിലടിപ്പിച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ്. ഇങ്ങനെ ആസൂത്രണം ചെയ്ത് കലാപങ്ങൾ ചെയ്യുന്നതിൽ പുറമേ കാണില്ലെങ്കിലും അടിയൊഴുക്കായിട്ട് ഇവരുടെ ശക്തിയാണ് എല്ലാ രാജ്യത്തും ഉള്ളത്. ഈ രാജ്യത്തും ഇവർ ശ്രമിക്കുന്നത് ആ ഇലക്ട് ചെയ്യപ്പെട്ട ഗവൺമെന്റിനെ ടോപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അമേരിക്കയെ കാണിച്ച് പേടിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണിയുടെ സ്വരം ഇവർക്കുണ്ട്. ഇവരുടെ സമാധാനം വെറും മേലങ്കി മാത്രമാണ്. നമ്മളെല്ലാം തിരിച്ചറിയാനുള്ള സമയം കൂടിയായിരുന്നു FCRA നീക്കം. ഇപ്പോൾ ഈ FCRA ബില്ലിന്റെ പേരിൽ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഞങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിനുപരിയായിട്ട് ഇവരുടെ സഭാ നേതൃത്വം പറയുന്ന സമയത്ത് അത് ഇതിന്റെ യാഥാർത്ഥ്യം ഹൈന്ദവ സമൂഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുമോ? ഈ ഹൈന്ദവ സമൂഹം ചെയ്യേണ്ടത് ഈ ഗോവൻ ഇൻക്വിസിഷനെ പറ്റിയിട്ട് ബ്രിട്ടീഷ് റെക്കോർഡ്സിലും അവരുടെ ബ്രിട്ടീഷുകാരുടെ റെക്കോർഡ്സിലും അതുപോലെ തന്നെ ഫ്രഞ്ച് റെക്കോർഡ്സിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും എടുത്ത് വായിക്കുക. അത് മലയാളത്തിൽ അവൈലബിൾ, എല്ലാ കുരുക്ഷേത്ര പ്രസിദ്ധീകരിക്കുന്നുണ്ട്, മലയാളത്തിലും ഉണ്ടത്. ഹിന്ദുക്കൾ ചെയ്യേണ്ടത് ഗോവയിൽ ഇവർ ചെയ്ത് കൂട്ടി എന്താണെന്ന് ആലോചിച്ചാൽ മതി. മണിപ്പൂരിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ 1000 ഇരട്ടി അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരുടെ സമാധാനത്തിന് മേലങ്കി കണ്ടിട്ട് ഇവർ ശരിക്കും വേട്ടക്കാരാണ്, വിരുന്നുകാരെ പോലെ അഭിനയിക്കുന്നു മാത്രം. അപ്പോൾ ആ മുഖംമൂടി പിച്ച് ചെയ്യുന്ന ഒരു അവസരമായി FCRA ചർച്ച. FCRA എത്രത്തോളം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം സഭ വളരെ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ആണ്. ശരിയായ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ക്രിസ്തീയ സഭ തന്നെയാണ്. ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു സമരങ്ങളിൽ ഒന്നായിരുന്നു മുനമ്പം സമരം. മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് 600 കുടുംബങ്ങളിൽ ഏകദേശം 450 മുകളിൽ ക്രൈസ്തവ കുടുംബങ്ങളാണ്. അപ്പോൾ ഈ ക്രൈസ്തവ കുടുംബങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് സഭയുടെ നേതൃത്വം പലപ്പോഴായിട്ട് ഇവരെ വഞ്ചിച്ചു എന്നുള്ള രീതിയിലേക്ക് അവർ തന്നെ പരസ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എതിരെ ഇതുപോലെയുള്ള സംഘടനകളാണെങ്കിൽ, പ്രത്യേകിച്ച് വഖഫ് പോലുള്ള സംഘടനകളാണെങ്കിൽ ഒരു ആധികാരികമായിട്ടൊരു ഇടപെടൽ നടത്താൻ ഇവർ തയ്യാറാകുന്നതിന്റെ കാരണം എന്തായിരിക്കും? അതിന് കാരണം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വഖഫ് ബോർഡ് പറയുകയാണ് ഞങ്ങൾ കയ്യേറിയ ഭൂമിയൊക്കെ ഞങ്ങൾ തിരിച്ചു തരാം. സഭ കയ്യേറിയ ഭൂമി തിരിച്ചു തരാൻ പറഞ്ഞാൽ ഇവിടെ എത്ര മല ബാക്കി കാണും? ഞാൻ പറയുന്നത് ഈ എൻ്റെ അറിവിൽ പബ്ലിഷ്ഡ് റെക്കോർഡ്സാണ്. 9.6 ലക്ഷം ഏക്കർ ഭൂമി മറ്റാണ് വഖഫ് ബോർഡിൻ്റെ കയ്യിലുള്ളത്. ക്രിസ്തീയ സഭയുടെ കയ്യിലുള്ളത് 18.6 ലക്ഷം ഏക്കറാണെന്നാണ് കണക്ക്. നിങ്ങൾക്ക് വിക്കിപീഡിയ സെർച്ച് ചെയ്യാം. അപ്പം എത്രയോ ഇരട്ടി. ഞങ്ങൾ ന്യൂനപക്ഷമാണ്, 2.5% ഉള്ളെന്ന് പറയുന്ന ഇവരുടെ കയ്യിലാണ് ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈയാളിയിരിക്കുന്ന ഇവരാണ്. അതെന്താണ്? അത് ആനുപാതികമാണോ? എനിക്ക് പറയാനുള്ളത് 1947 മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുത്തിട്ട് എവിടെയൊക്കെ സഭ അനധികൃതമായി ഭൂമി കയ്യേറി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒഴിപ്പിക്കാൻ നോക്കിയാൽ ഇവിടെ ഇവർക്ക് ഭൂമി ഉണ്ടാവില്ല. എല്ലാ ഭൂമിയും കയ്യേറി കുരിശു വെച്ചിട്ട് മലകളും പുഴകളും തുരന്നെടുക്കുന്ന മലതുരപ്പന്മാരായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. ഇവരുടെ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കണം. ഈ ഭീകരപ്രവർത്തനത്തിന് കോടികളാണ് ഇവിടെ ഒഴുകുന്നത്. അതിന് നിയന്ത്രണം വേണം. അത് ജനാധിപത്യപരമാണ്. വളരെ നന്ദിയുടെ ഈ ഒരു സമയത്ത്. നമസ്കാരം.